തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മാറാനായ പെരുന്നാളുകളെക്കുറിച്ചുള്ള എപ്പിസോഡുകളിൽ 15-ാം എപ്പിസോഡിൽ പെരുന്നാളുകളെക്കുറിച്ചുള്ള ആമുഖവും 1-ാം പെരുന്നാളായ എൽദായെക്കുറിച്ചും നാം മനസ്സിലാക്കി. 16-ാം എപ്പിസോഡിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ, മാറാനായ പെരുന്നാളുകളിലെ 2-ാം പെരുന്നാളായ ദനഹ, തുടർന്ന് മായൽത്തോ, കെംദ, തേജസ്കരണ പെരുന്നാൾ എന്നിവയും നാം മനസ്സിലാക്കി. മാറാനായ പെരുന്നാളുകളെക്കുറിച്ചുള്ള ഈ അവസാന എപ്പിസോഡിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം, പെന്തിക്കോസ്തി എന്നീ പെരുന്നാളുകളെക്കുറിച്ചും അവസാന ഭാഗത്ത് ചില പെരുന്നാളുകൾക്കും സവിശേഷമായ ദിവസങ്ങൾക്കുമുള്ള പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രതിപാദിക്കുക. മാറാനായ പെരുന്നാളുകളിലെ 6-ാമത്തെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, സൂലോക്കോ എന്നാണ് അതിനെ നമ്മൾ സുറിയാനിയിൽ വിളിക്കുക. ഫീസ്റ്റ് ഓഫ് അസൻഷൻ ഓഫ് അവർ ലോർഡ്. പുനരുത്ഥാനത്തിന് ശേഷം 40-ാം ദിവസം സ്വർഗത്തിലേക്കും ദൈവിക മഹത്വത്തിലേക്കുമുള്ള യേശുവിൻ്റെ പ്രവേശനത്തെയാണ് സ്വർഗാരോഹണം അനുസ്മരിക്കുക. അതിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 1, ശിഷ്യന്മാരിൽ നിന്നുള്ള ചരിത്രപരമായ വേർപെടൽ. 2, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. 3, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകൽ. ആദിമസഭയിൽ സ്വർഗാരോഹണവും പെന്തിക്കോസ്തി പെരുന്നാളും ഒരുമിച്ചാണ് ആഘോഷിച്ചിരുന്നത്. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിന് ശേഷമാണ് 2 പെരുന്നാളിൻ്റെയും ആഘോഷം വെവ്വേറെ ആരംഭിക്കുവാൻ ഇടയായത്. കാറ്റക്കിസ്റ്റ് ഓഫ് ദി കാത്തലിക് ചർച്ച് 668 നമ്മൾ ഇപ്രകാരം കാണുന്നു: ക്രൈസ്റ്റ് അസൻഷൻ ഇൻ ടു ഹെവൻ signifies his participation in his humanity in God's power and authority. ഇനി സൂലോക്കോ പെരുന്നാളിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. 1, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൈവപുത്രൻ്റെ വരവ്. അതിനെയാണല്ലോ നമ്മൾ മനുഷ്യാവതാരം, ഇൻകാർണേഷൻ എന്ന് വിളിക്കുക. അത് പൂർത്തിയാക്കുന്നത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള തിരിച്ചുവരവിലൂടെയാണ്. അതാണ് സ്വർഗാരോഹണം, അസൻഷൻ. അങ്ങനെ യേശുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മനുഷ്യാവതാരവും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള സ്വർഗാരോഹണവും തമ്മിൽ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. 2, സ്വർഗാരോഹണ പെരുന്നാൾ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമായി കണക്കാക്കപ്പെടുന്നു. 3, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മനുഷ്യവംശത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തെയും സൂചിപ്പിക്കുന്നു. സ്വർഗാരോഹണം സ്വർഗത്തിലേക്കുള്ള വഴി നമുക്കും തുറന്നു തന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാറാനായ പെരുന്നാളുകളിലെ 7-ാമത്തെ പെരുന്നാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. പെന്തിക്കോസ്തി. യേശുവിൻ്റെ 3-ാം ദിവസത്തെ ഉത്ഥാനത്തിനും ഉത്ഥാനത്തിന് ശേഷമുള്ള 40-ാം ദിവസത്തെ സ്വർഗാരോഹണത്തിനും ശേഷമുള്ള 10-ാം ദിവസത്തെ പെന്തിക്കോസ്തി തിരുനാളിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനപ്രകാരം ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ക്രിസ്തു തൻ്റെ സഭയിലും സഭയോടൊപ്പവും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുതിയ സഭയുടെ യുഗത്തിൻ്റെ തുടക്കമായി വർഷം തോറും പെന്തിക്കോസ്തി സംഭവത്തിൻ്റെ ഓർമ്മ സഭ ആഘോഷിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പെന്തിക്കോസ്തി സംഭവം മനോഹരമായി പരാമർശിക്കുന്നുണ്ട്. ക്രിസ്തുമതം യഹൂദ പെന്തിക്കോസ്തി ആഘോഷത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകി. യഹൂദ പെന്തിക്കോസ്തി വിളവെടുപ്പിൻ്റെ തിരുനാളായിരുന്നു, ഉടമ്പടിയുടെ ഓർമ്മ, അതായത് പെസഹായ്ക്ക് ശേഷമുള്ള 50-ാം ദിവസം. ക്രിസ്തീയ പെന്തിക്കോസ്തി ഈസ്റ്ററിന് ശേഷമുള്ള 50-ാം ദിവസമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പെന്തിക്കോസ്തി. അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിലൂടെ പുതിയ ഇസ്രായേലായ സഭ സ്ഥാപിക്കപ്പെടുന്നു. മോശയ്ക്ക് കൽപ്പനകൾ നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങുന്നത് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വഴി ഒരു പുതിയ ദൗത്യം നൽകപ്പെട്ടിരിക്കുന്നു. പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിൻ്റെ നിയമം സ്ഥാപിക്കുന്നു. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിൻ്റെയും ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണിത്. പെന്തിക്കോസ്തി പെരുന്നാളിലെ പ്രാർത്ഥനകളിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്: പെന്തിക്കോസ്തി സംഭവത്തിലൂടെയാണ് സഭ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത്. പെന്തിക്കോസ്തി ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെയും സ്ഥിരീകരിക്കുന്നു. മേദിയാത്തോർ ദേയി നമ്പർ 171 നമ്മളിങ്ങനെ കാണുന്നുണ്ട്: പെന്തിക്കോസ്തി പെരുന്നാളിലൂടെ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കുവാനും സഹകരിക്കുവാനും സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തുവും അവൻ്റെ സ്വർഗസ്ഥനായ പിതാവും വിശുദ്ധരായിരിക്കുന്നത് പോലെ പുണ്യത്തിൻ്റെ പാതയിൽ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നേറുവാനും വിശുദ്ധരാകുവാനും വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള മനോഹരമായ ദൈവശാസ്ത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരിൽ ഇറങ്ങി അവർക്ക് ശ്രേഷ്ഠദാനങ്ങൾ നൽകുകയും അവരെ ശക്തരാക്കുകയും സുവിശേഷം പ്രഘോഷിക്കുവാൻ അവരെ വിജ്ഞാനികളാക്കുകയും ചെയ്തു. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലെ പ്രാർത്ഥനകളിൽ നമ്മൾ അപ്രകാരം കാണുന്നുണ്ട്. പെന്തക്കോസ്തിയുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഉൾക്കണ്ണ് തെളിക്കണമെന്നും ഞങ്ങൾക്ക് ശുദ്ധത നൽകണമെന്നും എനിയോനോ ഗീതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും മാളികയിൽ വെച്ച് അഗ്നിനാവുകളുടെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്ലീഹന്മാരിൽ ഇറങ്ങി വന്ന് ദിവ്യജ്ഞാനത്താൽ അവരുടെ മനസ്സിനെ പ്രകാശിപ്പിച്ച ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവെ, നിൻ്റെ ദാനങ്ങളാകുന്ന ദിവ്യകരണങ്ങളാൽ ഞങ്ങളെയും പ്രകാശിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും പാപനിദ്രയിലാണ്ട് കിടക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമെന്നും ദിവ്യദാനങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമെന്നും ജ്ഞാനം നൽകണമെന്നും നമ്മൾ ഈ ശുശ്രൂഷ മധ്യേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആരാണ് എന്നും പ്രാർത്ഥനകളിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാകുന്നു, ആശ്വസിപ്പിക്കുന്നവനാകുന്നു. അവൻ ജ്ഞാനത്തിൻ്റെയും പ്രാഗൽഭ്യത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവാകുന്നു. സദാ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്. അന്യരോടും സ്വജനത്തോടും ത്രിത്വത്തെ ഉദ്ഘോഷിക്കുവാൻ സ്ലീഹന്മാർക്ക് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ഭാഷാവരം നൽകി. അവർ എല്ലാ സൃഷ്ടികളോടും ത്രിത്വനാമം പ്രഘോഷിച്ചു, അനേകരെ ക്രിസ്തുശിഷ്യരാക്കി. അപ്പം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നതിലൂടെ എന്താണ് സംഭവിച്ചത്? അവർക്ക് കൂടുതൽ ബലവും അവർക്ക് കൂടുതൽ പ്രചോദനവും ശക്തിയും ലഭിച്ചു എന്നാണ് പ്രാർത്ഥന നമ്മൾ കാണുക. പരിശുദ്ധാത്മ ആവാസത്തിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾ പ്രാർത്ഥനകളിൽ കാണുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും ഹൃദയത്തിലും നിൻ്റെ ആത്മാവിനെ നവീകരിച്ച് പഴയ മനുഷ്യൻ്റെ സകല മോഹങ്ങളെയും ഞങ്ങളിൽ മരിപ്പിക്കണമേ, ദിനം പ്രതി പുതുതാകുവാൻ തക്കവണ്ണം ഞങ്ങളെ നവീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്. ഇനി ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് കൂടുതൽ വ്യക്തമാകുന്ന വിധത്തിൽ സദറാ പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. ആശ്വാസപ്രദനായ ദൈവം സഭകളെ ശുദ്ധീകരിക്കുന്നവനും ദൈവിക ശുശ്രൂഷകൾക്ക് പൂർണ്ണത നൽകുന്നവനുമാകുന്നു. അവൻ ആചാര്യ പദവി പ്രദാനം ചെയ്യുന്നവനും മാമോദീസായ പൂർത്തീകരിക്കുന്നവനും കൂദാശകൾ നിറവേറ്റുന്നവനും പാപങ്ങൾ പരിഹരിക്കുന്നവനുമാകുന്നു. അവൻ ഗഹനമായ കാര്യങ്ങൾ പരിശോധിക്കുന്നവനും രഹസ്യകാര്യങ്ങൾ പ്രതിപാദിക്കുന്നവനും വരുവാനിരിക്കുന്നവ അറിയിക്കുന്നവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. അവൻ പുത്രസ്വീകാര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ആത്മാവും ആലോചനയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവാകുന്നു എന്നും നമ്മൾ സദാ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്. നമ്മൾ മാറാനായ പെരുന്നാളുകളെ പറ്റിയാണ് കണ്ടത്. മാറാനായ പെരുന്നാളുകളായ 7 പെരുന്നാളുകളെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെപ്പറ്റിയും അതിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളെ പറ്റിയുമാണ് നമ്മൾ ഈ എപ്പിസോഡുകളിൽ കണ്ടത്. മാറാനായ പെരുന്നാളുകൾ പോലെ സഭയിൽ ആചരിക്കേണ്ടുന്ന ചില പെരുന്നാളുകളെപ്പറ്റി നമ്മുടെ വേദവായനക്കുറിപ്പിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. 1 മാർച്ച് മാസം 25 വചനപ്പ് തിരുനാൾ. 2 ജൂൺ മാസം 29-ാം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ. 3 ജൂലൈ മാസം 3-ാം തീയതി തോമസ് അപ്പസ്തോലൻ്റെ ദുഃഖനോനോ തിരുനാൾ. 4 വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ പെരുന്നാൾ, ശൂനോയോ എന്ന് വിളിക്കുന്ന പെരുന്നാൾ, ഓഗസ്റ്റ് മാസം 15-ാം തീയതി. 5 സെപ്റ്റംബർ 14-ാം തീയതി നമ്മൾ ആചരിക്കുന്ന റൊമറോമോദ സ്ലീബ പെരുന്നാൾ. ഈ 5 പെരുന്നാളുകളും മാറാനായ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന വിധത്തിൽ എന്തെല്ലാം മാറാനായ പെരുന്നാളോട് ചേർത്തുണ്ടോ, എന്തെല്ലാം മാറാനായ പെരുന്നാളോട് ചേർത്ത് ഇല്ലയോ പ്രകാരമാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ചില പെരുന്നാളുകളുടെ പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ചില പെരുന്നാളുകളുടെയും ചില പ്രത്യേക ദിവസങ്ങളുടെയും ആചരണത്തിൽ അതിൻ്റെ സ്വഭാവത്തിനും വിഷയത്തിനും യോജിച്ച ചില പ്രത്യേകതകളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോവുക. 1 ജനന തിരുനാളിൻ്റെ പ്രത്യേകതയാണ് തീയുഴലിച്ച ശുശ്രൂഷ. ജനനപ്പെരുന്നാളിലെ തീജ്വാലയുടെ ശുശ്രൂഷ കർത്താവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാർ കണ്ട ദിവ്യപ്രകാശത്തെയും
അന്ധകാരത്തിലിരുന്ന ലോകത്തിന് ഉദിച്ച പ്രകാശത്തെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. അപ്പോൾ ജനപ്പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ തീയൊഴിലിച്ച ശുശ്രൂഷ നടത്തുന്നത് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ തിരുനാളിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അപ്പം ജനപ്പെരുന്നാളിലെ തീയൊഴിച്ച ശുശ്രൂഷയുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ കണ്ടത്. ആട്ടിടയന്മാർ വന്ന് കാഴ്ചകൾ സമർപ്പിക്കുകയും ജ്ഞാനികൾ വന്ന് പൊന്നും മൂരും കുന്തിരുക്കവും സമർപ്പിച്ചതുപോലെ നാമും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ കുന്തിരുക്കമിട്ട് സുഗന്ധീകരിക്കുന്നു. അങ്ങനെ നാം നമ്മെ തന്നെ കാഴ്ചകളായി സമർപ്പിക്കുകയും പൊന്ന് അവൻ്റെ രാജത്വത്തിൻ്റെയും കുന്തിരുക്കം അവൻ്റെ പൗരോഹിത്യത്തിൻ്റെയും മൂര് അവൻ്റെ പ്രവാചകത്വത്തിൻ്റെയും മുമ്പിൽ വണങ്ങി വന്ദിക്കുന്നു. പൊന്നും മൂരും കുന്തിരുക്കവും സമർപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത അതാണ്. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും പ്രവാചകത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അത് അവരെ സമർപ്പിച്ചത്. തീജ്വാലകളിലെ ഭസ്മം എടുത്ത് വിശ്വാസികൾ സൂക്ഷിക്കുകയും കൃഷിയിടങ്ങളിൽ ചാഴി, പുഴു മുതലായ കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ വിതറുകയും അങ്ങനെ കീടോപദ്രവങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യും എന്ന ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തീയൊഴിലിച്ച നടത്തിയ കുഴിയിൽ നിന്ന് ചാരം എടുത്തുകൊണ്ട് ഭവനങ്ങളിൽ പോകുന്ന ഒരു പാരമ്പര്യം നമ്മുടെ വിശ്വാസികൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. അപ്പം ജനപ്പെരുന്നാളിൻ്റെ പ്രത്യേക ശുശ്രൂഷയാണ് തീയൊഴിലിച്ച ശുശ്രൂഷ. ഇനി ദനഹാപ്പെരുന്നാളിൻ്റെ ചില പ്രത്യേക ശുശ്രൂഷയാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ദനഹാപ്പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം വാഴ്ത്തൽ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ടുള്ള വെള്ളം വാഴ്ത്തൽ ദനഹാപ്പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ത്രിത്വ പ്രകാശം യോർദാനിൽ ഉദയം ചെയ്ത് അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും മാമോദിസ നൽകി യോഹന്നാൻ യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. തന്മൂലം ഉദയത്തിൻ്റെ പെരുന്നാൾ എന്നർത്ഥമുള്ള ദനഹ എന്നാണ് ഈ പെരുന്നാളിനെ വിളിക്കുക. പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്നതിനാൽ ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഴപ്പിണ്ടിയിൽ പന്തവും എണ്ണവിളക്കുകളും കത്തിച്ചു വെച്ച് തെരുവുകളും വീടുകളുടെ മുറ്റങ്ങളും പരിസരവും പ്രകാശമയമാക്കുന്ന രീതിയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ് പിണ്ടികുത്തി പെരുന്നാൾ എന്ന് വിളിക്കുക. കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഉള്ള ഒരു ആചാരമാണത്. അതോടൊപ്പം തന്നെ ദനഹാ തിരുനാളിൻ്റെ തലേ രാത്രിയിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ഒരു പതിവ്, കർത്താവിൻ്റെ മാമോദിസായെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുളി. അപ്രകാരം രാക്കുളി കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് വരുമ്പോൾ ചക്കരക്കഞ്ഞി കുടിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. അതിന് രാക്കുളി പെരുന്നാൾ എന്ന് വിളിക്കാറുണ്ട്. കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലാണ് രാക്കുളി പെരുന്നാളിൻ്റെ പാരമ്പര്യം കൂടുതലായി കണ്ടുവരുന്നത്. ദനഹാ പെരുന്നാളിൽ വാഴ്ത്തിയ വെള്ളം അനുഗ്രഹത്തിനായി കുടിക്കുകയും ഭവനങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ വിശ്വാസികളുടെ ഇടയിലുണ്ട്. രോഗമുണ്ടാകുമ്പോൾ ശരീരത്ത് പൂശുവാനും ആ വെള്ളം നമ്മുടെ വിശ്വാസികൾ ഉപയോഗിക്കുന്നു. മൂന്നാമതായി പകുതി നോമ്പിൻ്റെ പ്രത്യേകതയാണ്. പകുതി നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോകുൽത്ത സ്ഥാപനമാണ്. ഗോകുൽത്ത നാട്ടിൽ മോശ ഇസ്രായേൽ പാളയമധ്യത്തിൽ പിച്ചള സർപ്പത്തെ നാട്ടിയ മാതൃകയിൽ പകുതി നോമ്പിൽ പള്ളിയുടെ മധ്യത്തിൽ സ്ലീബ ഗോകുൽത്ത സ്ഥാപിക്കുന്നു. ഇത് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും തന്മൂലമുള്ള രക്ഷയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മെ സന്നദ്ധരാക്കുന്നു. പകുതി നോമ്പിൻ്റെ ദിവസവും 40-ാം വെള്ളിയാഴ്ചയും വീടുകളിൽ പ്രത്യേകം അപ്പം ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യവും മുൻകാലങ്ങളിലുണ്ടായിരുന്നു. അതുപോലെ ലാസറിൻ്റെ ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പതിവും നമ്മുടെ പല കുടുംബങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. നാലാമതായി ഓശാന ഞായർ. ഓശാന ഞായറിൻ്റെ പ്രത്യേകതയാണ് കുരുത്തോല വാഴ്വ്. ഓശാന ഞായറാഴ്ച നമസ്കാരത്തിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി കുരുത്തോല വാഴ്വ് നടത്തുന്ന പ്രത്യേകത നമ്മുടെ ശുശ്രൂഷയിലുണ്ട്. കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി ശ്ലീഹന്മാരുടെയും പൈതങ്ങളുടെയും ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടി ആഘോഷപൂർവ്വം പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മളവിടെ അനുസ്മരിക്കുക. കർത്താവിനെ എതിരേറ്റ ജനം വഹിച്ചിരുന്ന കുരുത്തോലകൾ പോലെ കുരുത്തോലകളും വഹിച്ച് വഴിയിൽ പൂക്കളും ഇലകളും വിതറി ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് പാടിയ പോലെ ഇന്നും നാം കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നു. കുരുത്തോല വെണ്മയുടെയും വിശുദ്ധിയുടെയും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. കുരുത്തോല വാഴ്ത്തുന്നതിലൂടെ സർവ്വ സൃഷ്ടികളും വാഴ്ത്തപ്പെടുന്നു. കുരുത്തോല വാഴ്ത്തുമ്പോൾ വൃക്ഷലതാദികൾക്കും ഫലമൂലാദികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട കുരുത്തോലകൾ ദൈവാനുഗ്രഹത്തിനായി ഭവനങ്ങളിലേക്ക് വിശ്വാസികൾ കൊണ്ടുപോകുന്ന പതിവും നമ്മുടെ ഇടയിലുണ്ട്. അത് ഭവനത്തിൽ ഏറെ ആദരവോടുകൂടി സൂക്ഷിക്കുകയും ചെയ്യുന്നു. പെസഹ വ്യാഴാഴ്ചയുടെ പ്രത്യേകതയിലേക്കാണ് നമ്മൾ കടന്നു വരിക. പെസഹ വ്യാഴാഴ്ചയുടെ പ്രത്യേകതയാണ് കാല് കഴുകൽ ശുശ്രൂഷ. കഷ്ടാനുഭവ ആഴ്ചയിലാണ് പെസഹ വരുന്നതെങ്കിലും
വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ ദിവസമാകയാൽ ആബാലവൃദ്ധം ജനങ്ങളും വളരെ ഭക്തിയോടുകൂടിയാണ് പെസഹ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരുക. മേൽപ്പട്ടക്കാർ മാത്രമാണ് നമ്മുടെ സഭയിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുക. കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതുപോലെ തന്നെ മേൽപ്പട്ടക്കാർ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുടെ പാദങ്ങൾ കഴുകുന്നു. കർത്താവും ശിഷ്യന്മാരും വിരിച്ച് ഒരുക്കപ്പെട്ട മാളികയിൽ വെച്ച് പെസഹ ഭക്ഷിച്ചതുപോലെ വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ അപ്പവും തേങ്ങാപ്പാൽ കുറുക്കിയ പാനീയവും പങ്കുവയ്ക്കുന്ന പതിവും ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആറാമതായി ദുഃഖവെള്ളി ശുശ്രൂഷകളെ പറ്റി. ദുഃഖവെള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, പ്രത്യേകത ശ്ലീബ വന്ദനമാണ്. ശ്ലീബ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെയും ത്യാഗത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലീബ ദുഷ്ടൻ്റെ മേലുള്ള വിജയത്തിൻ്റെ അടയാളമാണ്. മനുഷ്യവർഗത്തിൻ്റെയും ലോകത്തിൻ്റെയും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി കർത്താവ് സഹിച്ച കഷ്ടതകളും മരണവും നാം കുരിശിൽ ദർശിക്കുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവ രഹസ്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നു. ഒറ്റിക്കൊടുത്ത യൂദ, തന്നെ തള്ളിപ്പറയുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത യഹൂദന്മാർ, അന്യായമായി കൊലയ്ക്ക് വിധിച്ച പീലാത്തോസ്, ഇവരെല്ലാവരും നമ്മിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ചില കഥാപാത്രങ്ങളും പ്രതീകങ്ങളുമാണ്. നാം പാപം ചെയ്യുമ്പോൾ കർത്താവിനെ ക്രൂശിക്കുകയാണ് എന്ന ചിന്ത അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കണം. ശ്ലീബാവന്ദനവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെയും മരണത്തിൻ്റെയും കബറടക്കത്തിൻ്റെയും സമയത്ത് നടന്ന പ്രത്യേക സംഭവങ്ങളുടെയും, പ്രത്യേകിച്ച് ക്രൂശിൽ വെച്ച് കർത്താവ് ഉച്ചരിച്ച 7 വചനങ്ങൾ, കള്ളൻ്റെ ഏറ്റുപറച്ചിൽ, സൂര്യൻ അന്ധകാരമായത്, ഇവയെല്ലാം നമ്മൾ ശ്ലീബാവന്ദനവിൻ്റെ ശുശ്രൂഷയിൽ അനുസ്മരിക്കുന്നു. ശ്ലീബായുടെ ഖബറടക്കം, പഴയ മനുഷ്യനെ കുരിശിച്ച് കർത്താവിനോടുകൂടി ഖബറടക്കുന്നതിനെ ധ്യാനിക്കുവാൻ നമുക്കുള്ള അവസരവും കൂടിയാണ്. ഇനി ഉയർപ്പ് പെരുന്നാളിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. ഉയർപ്പ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും ഉയർപ്പിൻ്റെ പ്രഖ്യാപനമാണ്. രാത്രി നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുകയാണ്. ഉയർപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സമാധാനത്തിൻ്റെ ശുശ്രൂഷ. സമാധാനം കൈമാറുന്ന ശുശ്രൂഷ ഉയർപ്പിൻ്റെ ശുശ്രൂഷയുടെ മറ്റൊരു പ്രത്യേകതയാണ്. തമ്മിൽ സമാധാനം കൊടുക്കുകയാണ്. പാപം മൂലം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായ ശത്രുതയും അകലവും യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം നീങ്ങിപ്പോവുകയും സ്വർഗവും ഭൂമിയും ഒന്നായി തീരുകയും ചെയ്തു എന്നാണ് ഈ സമാധാനത്തിൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുക. മറ്റൊന്ന് സ്വർഗാരോഹണ പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രത്യേകതയാണ്. സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ സവിശേഷതയാണ് ശ്ലീബ ആഘോഷം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ ഓർമ്മയാണ് നമ്മൾ സ്വർഗാരോഹണ പെരുന്നാളിൽ നമ്മൾ അനുസ്മരിക്കുക. ഇനി പെന്തിക്കോസ്ത് പെരുന്നാളിലേക്ക് നമ്മൾ പോവുകയാണ്. പെന്തിക്കോസ്ത് പെരുന്നാളിൻ്റെ സവിശേഷത വെള്ളം കൊണ്ടുള്ള തളിപ്പാണ്. മറ്റു പെരുന്നാളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പെരുന്നാളാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. പെന്തിക്കോസ്ത് പെരുന്നാളിൽ ശ്ലീബ ആഘോഷമോ വെള്ളം വാഴ്ത്തലോ ആഘോഷിക്കലോ ഒന്നുമില്ല, മറിച്ച് വെള്ളം കൊണ്ടുള്ള തളിപ്പാണ് അതിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായാണ് വെള്ളം തളിക്കുന്ന ശുശ്രൂഷ. വെള്ളം ശുദ്ധീകരണത്തിൻ്റെ പ്രതീകം മാത്രമല്ല, ജീവൻ്റെയും പ്രതീകമാണ്. പെന്തിക്കോസ്ത് ദിവസം സെഹിയോൻ മാളികയിൽ കൂടിയ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലയുടെ പിളർന്ന ശാഖകൾ പോലെ ആവസിച്ച് അവരെ ആത്മനിറവുള്ളവരാക്കി. അതുപോലെ മാമോദീസായിൽ പാപമോചനവും വീണ്ടും ജന്മവും പരിശുദ്ധാത്മ നിറവും നാം പ്രാപിച്ചവരെങ്കിലും ഈ ലോക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് കറ പുരണ്ടിരിക്കുന്ന നമ്മെ ഈ വെള്ളം തളിക്കലിലൂടെ വിശുദ്ധീകരിക്കുന്നു. നമ്മിൽ മങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതലായി ഉജ്ജ്വലിപ്പിക്കുവാൻ പെന്തിക്കോസ്ത് നാളിലെ പ്രത്യേക പ്രാർത്ഥനകളും വെള്ളം കൊണ്ടുള്ള തളിക്കലും സഹായിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സംബോധന ചെയ്തുകൊണ്ടുള്ള 3 ശുശ്രൂഷകളാണ് പെന്തിക്കോസ്ത് പെരുന്നാളിലുള്ളത്. ഇനിയും നമ്മുടെ വിവിധ പെരുന്നാളുകളിൽ നമ്മൾ നടത്താറുള്ള ശ്ലീബ ആഘോഷത്തെ സംബന്ധിച്ചാണ്. പെന്തിക്കോസ്തി ഒഴികെ മറ്റ് പ്രധാന ശുശ്രൂഷകളെല്ലാം ഹൗദ് മാലാഖയെ ചൊല്ലി ശ്ലീബായോ വെള്ളമോ കുരുത്തോലയോ കൊണ്ട് ആഘോഷിക്കുന്നു. പുത്രനെ പ്രത്യേകമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്തുതിപ്പാണ് ഹൗദ് മാലാഖയിൽ നിർവഹിക്കുന്നത്. സാധാരണ ആയി നമ്മൾ പള്ളിയുടെ മദ്ബഹായിൽ നിന്നാണ് ശ്ലീബ ആഘോഷം നടത്തുക. ശ്ലീബ ആഘോഷത്തിൻ്റെ അവസരത്തിൽ 4 ഭാഗങ്ങളിലേക്കും തിരിഞ്ഞു നിന്നുകൊണ്ട് ആഘോഷമായി നടത്തുന്നു. അതിലൂടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളും വാഴ്ത്തപ്പെടുന്നു. ജനനപ്പെരുന്നാൾ, പൗതി നോമ്പ്, ദുഃഖവെള്ളി, ഉയർപ്പ്, സ്വർഗാരോഹണം എന്നീ ദിവസങ്ങളിൽ ശ്ലീബ ആഘോഷം നടത്തുന്നു. ഓശാന ഞായർ വാഴ്ത്തപ്പെട്ട കുരുത്തോലയും
ദനഹാ പെരുന്നാളിൽ വാഴ്ത്തപ്പെട്ട വെള്ളവും മൂറോൻ കൂദാശി ശുദ്ധീകരിക്കപ്പെട്ട മൂറോനും സ്ലീബ സഹിതം എടുത്തുകൊണ്ട് സ്ലീബ ആഘോഷം നടത്തുന്നു. ഈ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മുടെ പെരുന്നാളുകളോടനുബന്ധിച്ച് പെരുന്നാളിൻ്റെ അവസരങ്ങളിലും പ്രത്യേക ദിവസങ്ങളിലും നമ്മൾ നടത്തുന്ന ചില ശുശ്രൂഷകളുടെ പ്രത്യേകതയും അതിൻ്റെ അർത്ഥവും പ്രാധാന്യവുമാണ്. ഈ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ മാറാനായ പെരുന്നാളുകളെ പറ്റിയാണ് കണ്ടതും മനസ്സിലാക്കിയതും. പ്രത്യേകിച്ചും മാറാനായ പെരുന്നാളിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്കും അതിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളിലേക്കും കടന്നു പോകുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാറാനായ പെരുന്നാളുകളുടെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു. വളരെ ഭക്തിയോടും ആദരവോടും വിശുദ്ധിയോടും വേണ്ടുന്ന ഒരുക്കത്തോടും കൂടിയാണ് നമ്മൾ പെരുന്നാളുകളിലേക്ക് പ്രവേശിക്കുക. ആ പെരുന്നാളുകൾ വെറും ആഘോഷങ്ങളല്ല, ആചരണങ്ങളല്ല, മറിച്ച് ദൈവവുമായി നമ്മളെ ഏറ്റവും അധികം അടുപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന, ദൈവിക ശക്തി അനുഭവിച്ചറിയുന്ന, തമ്പുരാനോട് ചേർന്ന് നിന്ന് കൂടുതൽ പ്രകാശവും ശക്തിയും സ്വീകരിക്കുന്ന നിമിഷങ്ങളും അനുഭവങ്ങളും അവസരങ്ങളുമാക്കി നമുക്ക് പെരുന്നാളുകളെ കാണാം. പ്രത്യേകിച്ചും മാറാനായ പെരുന്നാളുകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ആ പെരുന്നാളുകളിൽ സംബന്ധിക്കുവാനുള്ള മുന്നൊരുക്കത്തോടു കൂടി നമുക്ക് അതിൽ പങ്കുചേരുകയും ആ പെരുന്നാളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം.